കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഓരോ നോയമ്പ് നമ്മുടെ ജീവിതത്തെ കർത്താവായ യേശു മിശിഹായോട് ചേർത്ത് വെക്കുകയും ഓരോ നോയമ്പ് നമ്മുടെ ജീവിതത്തിൽ ശക്തിയാണ്, ഓരോ നോയമ്പ് നമ്മുടെ ജീവിതത്തിൽ ബലമാണ്, ഓരോ നോയമ്പ് നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമാണ്, ഓരോ നോയമ്പ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് വേദന ഉണ്ടാകുമ്പോൾ നമ്മുടെ വേദനയിലും കൂടുതൽ അത് കർത്താവായ യേശു മിശിഹായ്ക്ക് ഉണ്ടാകുന്ന ഒരു വേദനയാണ്. പിതാവിന്റെ മക്കൾ ഭൂമിയിൽ നിന്ന് കഷ്ടതയും സങ്കടവും അനുഭവിച്ചാൽ അത് പിതാവിന്റെ വേദന കൂടിയാണ്. പിതാവിന് വേദന ഉണ്ടായാൽ അത് പുത്രനായ ഈശോയുടെ വേദനയാണ്. പ്രിയമുള്ളവർ, ഇന്നത്തെ ഒരു സുവിശേഷ ഭാഗം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഒരു സ്ത്രീ 18 വർഷമായിട്ട് നിവർന്നു നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ ഒരു സ്ത്രീയെ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. അത് മറ്റേതാരുമല്ല, വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 13-ാം അധ്യായത്തിൽ 10 മുതൽ 17 വരെ തിരുവചനങ്ങൾ നമ്മളെ അത് തന്നെയാണ് ഓർമ്മപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, ഈ ഒരു സുവിശേഷ ഭാഗത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുമ്പം നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് കർത്താവായ യേശു മിശിഹ നേരിട്ട് കണ്ട് അനുകമ്പ തോന്നി കർത്താവായ യേശു മിശിഹ ആ വ്യക്തിന്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം ചെയ്യുകയാണ് ചെയ്തത്. പ്രിയമുള്ളവരെ, ഇവിടുത്തെ ആദ്യത്തെ ഭാഗം നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ഒരു ശാബത്തിൽ അവൻ ഒരു സിനോഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവായ യേശു മിശിഹാന്റെ ദൗത്യം ഇത് തന്നെയാണ്, പഠിപ്പിക്കുക. സ്വർഗത്ത് പിതാവിന്റെ ഇഷ്ടം ഭൂമിയിലെ മനുഷ്യന്റെ ഇടയിൽ പഠിപ്പിച്ചുകൊണ്ട് സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ഈ ഭൂമിയിൽ നിറവേറണം, അല്ലെങ്കിൽ ഈ അനുഗ്രഹം ഓരോ വ്യക്തിന്റെ ജീവിതത്തിൽ നടത്തപ്പെടണം എന്നാണ് പിതാവിന്റെ ഇഷ്ടം. അപ്പൊ പിതാവിന്റെ ഇഷ്ടം അനുസരിച്ച് അനുഗ്രഹം നടക്കണം ഭൂമിയിൽ. അപ്പോൾ പിതാവ് പുത്രൻ നൽകിയ എല്ലാ ജ്ഞാനവും അറിവും പുത്രനായ ഈശോ നമുക്ക് നൽകും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു കാര്യത്തിൽ കർത്താവായ യേശു മിശിഹ ആ സിനഗോഗിൽ ഉള്ളതുകൊണ്ട് ഈ സ്ത്രീ ചെയ്തത് എന്താണെന്ന് അവിടെ കടന്നു വന്നു എന്ന് മാത്രമേ ചെയ്തുള്ളൂ. അതായത് നമ്മുടെ ജീവിതത്തിൽ ചില സമയത്ത് ദൈവാലയത്തിലായിരിക്കും നമുക്ക് ശുദ്ധീകരണവും അനുഗ്രഹവും ലഭിക്കുന്നത്. ചില വ്യക്തികൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്തിനാ ദേവാലയത്തിൽ പോകുന്നത്? നല്ല പ്രവൃത്തി ചെയ്ത് ജീവിച്ചാ പോരെ? ഒരു ഞായറാഴ്ച ഞാൻ വഴിയരികിൽ ഇറങ്ങി പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുത്താൽ പോരെ? അല്ലെങ്കിൽ അവർക്ക് രോഗത്തിനുള്ള രോഗസൗഖ്യം നടത്തി കൊടുത്താൽ പോരെ? എന്തിനാണ് ഞാൻ വിശുദ്ധ കുർബാനയിൽ വരുന്നത്? എന്തിനാണ് ഞാൻ കർത്താവിന്റെ ആലയത്തിൽ കടന്നു വരുന്നതെന്നൊരു ചോദ്യത്തിനോട് ഇവിടെ ഒരു ചോദ്യമുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, കർത്താവായ യേശു മിശിഹാന്റെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ ചേർക്കപ്പെടണം, അനുഗ്രഹിക്കപ്പെടണം. അപ്പോൾ ഈ സ്ത്രീയെ 18 വർഷമായിട്ട് നിവർന്നു നിൽക്കാൻ പറ്റാത്ത ഒരു സ്ത്രീയെ കർത്താവ് തൊട്ട് സൗഖ്യപ്പെടുത്തുന്നു. വളരെ ഈ ഒരു സുവിശേഷ ഭാഗത്തിൽ ഒരു വ്യത്യാസമുണ്ട് മറ്റേതിൽ നിന്നും. ഈ നൊയമ്പിൽ നമ്മൾ എല്ലാ ദിവസവും കണ്ട ഒരു സുവിശേഷ ഭാഗത്തിലും ഈ ഒരു സുവിശേഷ ഭാഗത്തിൽ ഒരു വ്യത്യാസമുണ്ട്. നമുക്ക് മനസ്സിലാക്കാം, കുഷ്ഠരോഗി കർത്താവായ യേശുവിന്റെ സന്നിധിയിൽ കടന്നു വന്നപ്പോൾ കുഷ്ഠരോഗിക്ക് അറിയാം, ഒന്നെങ്കിൽ ഇന്ന് ഞാൻ തീരും, അല്ലെങ്കിൽ ഞാൻ രക്ഷപ്പെടും. കാരണം ഒരു കുഷ്ഠരോഗി ഒരിക്കലും സമൂഹത്തിൽ കയറാൻ പാടില്ല. പക്ഷെ അവൻ കർത്താവിനെ മാത്രം നോക്കി അവൻ മുമ്പോട്ട് കടന്നുപോയി. രണ്ടാമത്തെ നമ്മൾ തളർവാദി രോഗിയിൽ നമ്മൾ കാണാം, മറ്റ് വ്യക്തികളുടെ സഹായം മുഖേന അവൻ അനുഗ്രഹം ലഭിച്ചതാണ്. പക്ഷെ എന്നാൽ ഇന്നത്തെ ഒരു സുവിശേഷ ഭാഗത്തിൽ ഈ സ്ത്രീക്ക് കർത്താവ് ഈ സ്ത്രീയെ കാണുകയും കർത്താവ് ഈ സ്ത്രീയെ അനുഗ്രഹിക്കുകയും ചെയ്ത ഒരു സുവിശേഷ ഭാവമാണ്. വളരെ നമ്മുടെ എല്ലാം ജീവിതത്തിൽ ചില സമയത്ത് ദൈവം നമ്മുടെ സങ്കടത്തിനായാലും കൂടുതൽ ദൈവം അത് കാണുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്റെ ജീവിതത്തിൽ എന്ത് സങ്കടം ഉണ്ടെങ്കിലും ദൈവം കാണും. നമ്മൾ ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ എന്ത് സങ്കടം ഉണ്ടെങ്കിലും അത് ദൈവം തിരിച്ചറിയുന്നുണ്ട്. അപ്പൊ തിരിച്ചറിയുന്ന ദൈവമാണ് നമ്മുടെ ഇടയിലുള്ളത്. ഈ നൊയമ്പ് കാലത്ത് എന്റെ ജീവിതത്തിൽ എന്ത് തകർച്ച വന്നാലും, എത്ര ദുഃഖം വന്നാലും, സങ്കടം വന്നാലും ഇതെല്ലാം കർത്താവ് അത് അറിയുന്നുണ്ട്. അപ്പൊ കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. കർത്താവ് ഇത് അറിയുന്നുണ്ട്. ഈ സ്നേഹം ദൈവം മനസ്സിലാക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സത്യം ഇതാണ്, മറ്റതൊന്നുമല്ല. കർത്താവായ യേശു മിശിഹായാണ് നമ്മളെ ചേർത്ത് വെക്കുന്നത്. ദൈവമാണ് നമ്മളെ ശക്തിപ്പെടുത്തുന്നത്. ഇതും അബ്രാഹത്തിന്റെ മക്കളല്ലേ, ഇതും രക്ഷപ്പെടണ്ടേ? അപ്പൊ നമ്മളെല്ലാം രക്ഷ നൽകാൻ വേണ്ടിയാ ദൈവം കടന്നു വന്നത്. അപ്പോൾ നമ്മൾ ദൈവികമായ പദ്ധതിയിലേക്ക് നമ്മളെ തന്നെ ചേർത്ത് വെക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ രക്ഷപ്പെടും. നമ്മൾ ചിലവർക്ക് വചനം വായിക്കുന്ന ഇഷ്ടമല്ല, വചനം കേൾക്കുന്ന ഇഷ്ടമല്ല. പക്ഷേ ഈ ദൈവവചനത്തിനല്ലേ അനുഗ്രഹമുള്ളത്, ദൈവവചനമല്ലേ സൗഖ്യപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, ഈ നോയമ്പ് സമയം നമുക്ക് ഒരുപാട് പ്രാർത്ഥനയിൽ ദൈവത്തോടൊപ്പം ആയിരിക്കാം. ഈ ദൈവവചനം സ്വീകരിച്ചുകൊണ്ട്
ദൈവത്തെ തന്നെ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ കൃപയ്ക്കും അഭിഷേകത്തിനും നമ്മളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ നോയമ്പ് അനുഗ്രഹമായി തീരട്ടെ. ഈ ഗോനിയായ സ്ത്രീക്ക് ലഭിച്ചതുപോലെ അനുഗ്രഹങ്ങളും നമ്മുടെ കുടുംബത്തിൽ നിന്ന് സങ്കടവും ദുഃഖവും ഭാരങ്ങളും എല്ലാം പോയി ദൈവം അത് അനുഗ്രഹമാക്കി തരട്ടെ. നിത്യപിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേൻ.